ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസ്. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന ലെസണാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ലെസൺ കഴിഞ്ഞു. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Then our first activity number 1. These are some of the events that are described in the story. Read them carefully. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ഈവൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് വായിച്ച് നോക്കിയിട്ട് അത് കറക്റ്റ് ഓർഡർ ആക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഓർഡർ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. എന്താണ് റിക്കീൻ്റെ മിസ്സായിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും തിരഞ്ഞു. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കിയുടെ പാരൻസ് റോബോട്ടിനെ പർച്ചേസ് ചെയ്തു, മേടിച്ചു. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ഈ റോബോട്ടിനെ കുറിച്ചിട്ട് റിക്കി പാരൻസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോയ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കിയുടെ അമ്മ എന്ത് ചെയ്തു? അവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസഷൻസ്. അപ്പോൾ എന്ത് ചെയ്തു? റിക്കിയുടെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആവാൻ റിക്കി തീരുമാനിച്ചു. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എന്താണ്? റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം. അപ്പോൾ റിക്കി നീച്ചപ്പോൾ എന്താണ്? റൂമൊക്കെ നല്ല പെർഫെക്റ്റ് നീറ്റിലും ക്ലീനിലും ആയത് കണ്ടു. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. റിക്കി ഒരു ചാരനാണോ, എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റോബോട്ട് ഇങ്ങനെ ഒരു ചാരനാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? റിക്കി ഫോളോ ചെയ്തു. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. അപ്പോൾ എന്താണ്? റിക്കി ഈ റോബോട്ടിനെ ക്യാച്ച് ചെയ്തു. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോൾ ഈ റിക്കിയുടെ ബിലോങ്ങിങ്സ്, സാധനങ്ങളൊക്കെ റിക്കി ട്രീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് റിക്കിക്ക് എന്തായി? ഒരു ഷെയിം തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈവൻസ്. അപ്പം നമുക്ക് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് അടിയിൽ എഴുതി കൊടുക്കാം. എന്താണ് ആദ്യത്തേത്? അവർ തന്നിട്ടുണ്ട് റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി കൊടുക്കാം. രണ്ടാമത്തെ എന്ത് വരും? റിക്കീസ് മദർ ഗീവ്സ് ഹിം ചോയ്സ് ടു ഡു അറൗണ്ട് ദ ഹൗസ്. റിക്കി വേക്ക് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൗണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. Ricky catches the butler robot red-handed. Ricky complains to his parents about the butler robot. Ricky becomes ashamed of how he treated his belongings. Ricky started taking better care of his possessions. Ricky decides to make a maximum efficient boy. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓർഡറിൽ എഴുതേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2. പിന്നെ അതിലത്തെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഈവൻറ്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. എന്താണ്? മേലെ തന്നിരിക്കുന്ന പോയിന്റ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഒരു ചെറിയ പാരഗ്രാഫ് എഴുതുക. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. റിക്കീസ് ലൈഫ് ചേഞ്ചസ് വെൻ ഹിസ് പാരൻസ് ഗെറ്റ് എ ബട്ട്ലർ റോബോട്ട്. എന്താണ്? ഈ റിക്കിയുടെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ട് കൊടുന്നപ്പോൾ റിക്കിയുടെ ലൈഫ് ആകെ ചേഞ്ചായി. അറ്റ് ഫസ്റ്റ് ഹി ഈസ് ഹാപ്പി ടു ഹാവ് ഹെൽപ്പ് വിത്ത് ചോർസ്, ബട്ട് ദെൻ he notices his stuff missing. അപ്പോൾ എന്താണ്? അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഈ റോബോട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണത് കണ്ടപ്പോൾ ഈ റിക്കിക്ക് ഒരുപാട് ഇഷ്ടമായി, ഹാപ്പിയായി. പക്ഷേ പിന്നീടാണ് റിക്കി നോട്ടീസ് ചെയ്തത് ചില സാധനങ്ങളൊക്കെ കാണാണ്ടാവുന്നത്. He follows the robot and catches it taking his things. അപ്പോൾ എന്താണ്? എന്നിട്ട് റിക്കി ഈ റോബോട്ടിനെ ഫോളോ ചെയ്ത് ഈ റോബോട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത് റിക്കി പിടിച്ചു. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് ബട്ട് റിയലൈസസ് he hasn't been taking care of his stuff. എന്താണ്? റിക്കിയുടെ പാരൻസിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. മാത്രമല്ല റിക്കി റിയലൈസ് ചെയ്തു, മനസ്സിലാക്കി എന്ത്? റിക്കി
റിക്കിയുടെ സാധനങ്ങളൊന്നും റിക്കി ശരിയായ രീതിയിൽ കെയർ ചെയ്യണില്ല എന്ന് റിക്കി മനസ്സിലാക്കി. ഹി ഡിസൈഡ്സ് ടു ചേഞ്ച്, സ്റ്റാർട്ടിങ് ടു ലുക്ക് ആഫ്റ്റർ ഹിസ് തിങ്സ് ബെറ്റർ ആൻഡ് അപ്രീഷിയേറ്റിംഗ് വാട്ട് ഹി ഹാസ്. അപ്പോൾ എന്താണ് റിക്കിയുടെ സാധനങ്ങളൊക്കെ ഒന്നും കൂടി നന്നായി നോക്കാനായിട്ട് തുടങ്ങി. മാത്രമല്ല എന്താണ് റിക്കിക്ക് ഉള്ളത് എന്നതിനെ റിക്കി അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സ്റ്റോറിയുടെ ഒരു ഉള്ളടക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. The next activity number 2 ആണ്. We saw a change in Ricky's behavior at the end. Write them below. അപ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റിൽ കണ്ട ഒരു റിക്കീനെ അല്ല, സ്റ്റോറിയുടെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടത് റിക്കിക്ക് ആകെ ചേഞ്ചായി. അപ്പോൾ റിക്കിയുടെ ബിഫോറും ആഫ്റ്ററും എഴുതാനാണ്. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, എന്താണ് ബിഫോറിൽ റിക്കി വാസ് മെസ്സി ആൻഡ് കെയർലെസ്. നെക്സ്റ്റ് ആഫ്റ്ററിൽ എന്താ കൊടുത്തിട്ടുള്ളത്, റിക്കി ബിക്കെയിം മോർ കെയർഫുൾ ഓഫ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ആദ്യം ബിഫോർ എഴുതി നോക്കാം. ഹി വാസ് വെരി ലേസി, ഹി ഡിഡ്ന്റ് ഹെൽപ്പ് മദർ ഇൻ ഹർ ഹൗസ് ഹോൾഡ് ചോഴ്സ്, ഹി ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ ഹൗസ്, ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാഡ്. അപ്പോൾ എന്താണ്, റിക്കിക്ക് നല്ല മടിയായിരുന്നു. റിക്കി അമ്മേനെ ഒരു കാര്യത്തിലും സഹായിക്കില്ല. റിക്കിയുടെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. റിക്കിക്ക് ഉള്ളതിനോട് റിക്കി സാറ്റിസ്ഫൈ ആയിരുന്നില്ല. ഓക്കെ, ഇനി ആഫ്റ്റർ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, റിക്കി ബിക്കംസ് എ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആയി റിക്കി ബിഗിൻസ് ടു ഹെൽപ്പ് പുവർ പീപ്പിൾസ്. അപ്പോൾ പാവങ്ങളെ സഹായിക്കാനായിട്ട് തുടങ്ങി. റിക്കി ബിക്കംസ് അഷേംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തതിനെ കുറിച്ച് ആലോചിച്ച് റിക്കി എന്ത് ചെയ്തു, ഒരു ഷെയിം തോന്നി റിക്കിക്ക്. റിക്കി സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഹാവ്. അപ്പോൾ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിൽ നിന്ന് റിക്കി എന്തായി മാറി, ലാസ്റ്റ് റിക്കി സാറ്റിസ്ഫൈ ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് റിക്കിയുടെ ബിഫോറും ആഫ്റ്ററും. വേറെയും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അതും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇതെന്താ അടുത്ത ആക്ടിവിറ്റി, റിക്കി tells his best friend Robin about the robot that his father bought. അപ്പോൾ എന്താണ്, ഈ റിക്കിയുടെ ബെസ്റ്റ് ഫ്രണ്ടായ റോബിനോട് റിക്കി എന്ത് പറഞ്ഞു, ഫാദർ ഇങ്ങനെ ഒരു റോബോട്ട് മേടിച്ച കാര്യം പറഞ്ഞു. റൈറ്റ് ദ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് റോബിൻ. അപ്പോൾ എന്താണ്, അപ്പോൾ എന്തൊക്കെയായിരിക്കും റിക്കിയും റോബിനും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് തന്നിട്ടുണ്ട്, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ഹാപ്പൻ, മൈ ഫാദർ ബോട്ട് എ റോബോട്ട്. അപ്പോൾ എന്താണ്, നിനക്ക് വിശ്വാസമാണെന്നില്ല എന്തുണ്ടായി എന്ന്, എൻ്റെ ഫാദർ ഒരു റോബോട്ട് വാങ്ങി. അപ്പോൾ ബാക്കി നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. റിക്കി, ഹേ യു വോണ്ട് ബിലീവ് വാട്ട് ദ റോബോട്ട് ഡിഡ് ഇൻ ദ ഹൗസ് ബ്രോട്ട് മൈ ഫാദർ. അപ്പോൾ നീ വിശ്വസിക്കില്ല എൻ്റെ അച്ഛൻ കൊടുന്ന റോബോട്ട് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ദെൻ റോബിന് പറയാണ്, ഈസ് ഇറ്റ്, ആണോ ശരിയാണോ എന്ന് ചോദിക്കുകയാണ്. ദെൻ റിക്കി, ഹി ഡിഡ് എവറി ഹൗസ് ഹോൾഡ് ചോഴ്സ്, ഐ വാസ് വെരി കെയർലെസ് അബൌട്ട് മൈ ബിലോങ്ങിങ്സ് ത്രൂ ദ തിങ്സ് ഹിയർ ആൻഡ് ദർ, ബട്ട് ഐ വണ്ടർ വെൻ ഐ സീ ദ റോബോട്ട് ക്ലീൻഡ് മൈ റൂം. അപ്പോൾ എന്താണ് പറയുന്നത്, ഹി ഡിഡ് എവറി ഹൗസ് ഹോൾഡ് ചോഴ്സ്. അപ്പോൾ ഈ റോബോട്ട് എൻ്റെ വീട്ടിലെ എല്ലാ ഹൗസ് ഹോൾഡ് ചോഴ്സും എടുക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇടും. പക്ഷേ ഈ റോബോട്ട് എല്ലാതും ക്ലീൻ ആക്കും. അപ്പോൾ റോബിൻ ചോദിക്കുകയാണ്, റിയലി വാട്ട് എ വണ്ടർഫുൾ ഡിവൈസ്, എന്തൊരു നല്ലൊരു ഡിവൈസ് ആണെന്ന് റോബിൻ പറയാണ്. Then Ricky, absolutely not, it is not programmed well. അപ്പോൾ എന്താ, പക്ഷേ അങ്ങനെയല്ല, അത്ര നല്ലതല്ല, അത് നന്നായിട്ടല്ല പ്രോഗ്രാം ചെയ്തിട്ടുള്ളതെന്ന് റിക്കി പറയാണ്. വാട്ട് യു മീൻ മിസ്പ്രോഗ്രാംഡ്. അപ്പോൾ മിസ്പ്രോഗ്രാംഡ് ആണോ, വാട്ട് ഹാപ്പൻഡ്, എന്തു പറ്റി എന്ന് റോബിൻ ചോദിക്കുകയാണ്. Ricky, I noticed the robot stole my clothes, but my father disagreed to get rid of the robot, but finally I understood the robot is programmed maximum efficiently. അപ്പോൾ എന്താണ് റിക്കി പറയാണ്, ഞാൻ ആദ്യം നോട്ടീസ് ചെയ്തായിരുന്നു എന്ത്, ഈ റോബോട്ട് എൻ്റെ ക്ലോത്ത്സൊക്കെ സ്റ്റോൾ ചെയ്യണത്. പക്ഷേ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനത് സമ്മതിച്ചില്ല. പിന്നെ അവസാനം എനിക്ക് മനസ്സിലായി ഇത് മാക്സിമം പ്രോഗ്രാം ചെയ്തിട്ടുള്ള നല്ലൊരു റോബോട്ടാണ്. അപ്പോൾ റോബിൻ പറയും എന്താണ്, ഓ വണ്ടർഫുൾ,
ലൈക്ക് ദ റോബോട്ട് ഐ വിൽ ബി ആ മാക്സിമം എഫിഷ്യൻറ്റ് ബോയ്. അപ്പോൾ റിക്കി പറയും ഈ റോബോട്ടിനെ പോലെ ഇപ്പം ഞാനും ഒരു മാക്സിമം എഫിഷ്യൻറ്റ് ബോയ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ റോബിൻ പറയും ഞാനും അങ്ങനെ തന്നെയാന്ന് പറയും. ഓക്കെ, എന്നിട്ട് ആ കോൺവെർസേഷൻ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി നമ്പർ 4. ദെൻ ആക്ടിവിറ്റി നമ്പർ 4, റീഡ് ദ ഫോളോയിങ് പാർട്ട് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിലെ ചില പാർട്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫാദർ, ആ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അപ്പോൾ എന്താണ് ഈ റോബോട്ട് എന്ന് പറയുന്നത്? ഒരു വണ്ടർഫുൾ ഡിവൈസ് ആണ്, നോക്ക് അവനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഫാദർ പറയാണ്. ദെൻ റിക്കി, ഐ ഡോണ്ട് തിങ്ക് സോ, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ നല്ലതിനേക്കാൾ ചീത്തതാണ് ഈ റോബോട്ട് ചെയ്യുന്നത് എന്നാണ് റിക്കി പറയുന്നത്. ദെൻ ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. അപ്പോൾ എന്താണ് നീ പറഞ്ഞത് തെറ്റാണ് റിക്കി, നിനക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു റോബോട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. ദെൻ റിക്കി, ഐ കാണ്ട് അഗ്രി വിത്ത് യു. അപ്പോൾ എന്താണ് എനിക്ക് അച്ഛനോട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ ശരിക്കും പ്രോഗ്രാം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ റോബോട്ട് എന്ന് പറയുന്നത് വലിയൊരു പ്രോബ്ലമാണ് എന്നാണ് റിക്കി പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. പിക്ക് ഔട്ട് എക്സ്പ്രഷൻസ് ഫ്രം ദ പാസേജ് വിച്ച് ഷോ ഡിസഗ്രിമെൻറ്റ്. അപ്പോൾ ഇതുപോലെ ഡിസഗ്രിമെൻറ്റ് കാണിക്കുന്ന എക്സ്പ്രഷൻസ് നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് എടുത്തെഴുതാൻ. ഓക്കെ, അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ഇപ്പോൾ ഏതൊക്കെ പാസേജിത്തെ ഏതൊക്കെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും? ഐ ഡോണ്ട് തിങ്ക് സോ, ഹീ ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്, ഐ കാണ്ട് അഗ്രി വിത്ത് യു, എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഡിസഗ്രി ചെയ്യുന്ന ഈ എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. ആക്ടിവിറ്റി 4 ഒരു ബി പ്രോബ്ലം കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. നൗ ലെറ്റ്സ് ഫൈൻഡ് out what Adul and Anju have to say about robots. അപ്പോൾ റോബോട്ടിനെ കുറിച്ച് രണ്ട് കുട്ടികൾ, അതായത് അതുലും അഞ്ജും ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അവരുടെ ഒപ്പീനിയൻസ് നമുക്കൊന്ന് നോക്കി നോക്കാം. അതുൽ, ഐ തിങ്ക് റോബോട്ട്സ് ആർ ഓസം, ദേ ക്യാൻ ഡു സോ മെനി തിങ്സ് ദാറ്റ് ഹ്യൂമൻസ് കാനോട്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ്, റോബോട്ട്സ് ഒക്കെ ഓസം, നല്ലതാണെന്നാണ്. അവർക്ക് നമുക്ക് മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദെൻ അഞ്ജു, യെസ് അതുൽ, ഐ agree they can do cool stuff but there are some downsides to them too. അപ്പോൾ എന്താണ്, അപ്പോൾ ഞാൻ നീ പറഞ്ഞതിനോട് യോജിക്കുന്നു, പക്ഷെ അവയ്ക്ക് കുറച്ച് ഡൗൺ സൈഡ്സ്, കുറച്ച് ചീത്ത കാര്യങ്ങളും ഉണ്ടെന്ന് പറയാണ്. ദെൻ അതുൽ, I totally get that, but let's talk about the advantages first. Robot can work 24/7 without getting tired. അപ്പോൾ എന്താണ് അതുണ്ടെന്ന് എനിക്കും അറിയാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് സംസാരിക്കാം. ഈ റോബോട്ടിന് എന്താണ് ഒരു ദിവസം ഫുൾ 24 മണിക്കൂറും ടയേർഡൊന്നും ആവാണ്ട് പണിയെടുക്കാൻ പറ്റും. ദെൻ അഞ്ജു, yeah, that's true. They can like super helpers, especially in factories where they can make things faster. അപ്പോൾ എന്താണ്, അവർ സൂപ്പർ ഹെൽപ്പേഴ്സാണ്, പ്രത്യേകിച്ച് എവിടെ ഫാക്ടറീസിലൊക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പറ്റും. Then Adul, exactly, and they can go to places that are too dangerous for people like the deep sea or outer space. അപ്പോൾ എന്താണ്, അത് ശരിയാണ്. അത് മാത്രമല്ല, അവർക്ക് ഒരുപാട് സ്ഥലത്തേക്ക് മനുഷ്യന്മാർക്ക് പോകാൻ പേടിയുള്ള ഒരുപാട് സ്ഥലത്തേക്ക് ഈ റോബോട്ടിന് പോകാൻ പറ്റും. പ്രത്യേകിച്ച് എവിടെയൊക്കെയാണ്, ഡീപ്പ് സീയിലും അതുപോലെ തന്നെ ഔട്ടർ സ്പേസിലും ഒക്കെ ഈ റോബോട്ട്സിന് പോകാൻ പറ്റുമെന്ന് അതിൽ പറയാണ്. അഞ്ജു, I see your point, but what about robots taking jobs away from people? അപ്പോൾ എന്താണ്, നിങ്ങളുടെ പോയിന്റ് ഞാൻ ശരിവെക്കുന്നു, പക്ഷേ ഈ നമ്മുടെ ജോലിയും കൂടെ റോബോട്ട് എടുത്താൽ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് അഞ്ജു. ദെൻ അതുൽ, you have a good point there. There can be a disadvantage, but they can also create new jobs in the field of robotics. അപ്പോൾ എന്താണ്, അതൊരു നല്ല പോയിൻ്റാണ്. അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷേ ഈ റോബോട്ടിന് എന്തുണ്ടാക്കാൻ പറ്റും, പുതിയ ജോബ്സൊക്കെ, ഈ റോബോട്ടിക്സ് ഫീൽഡിൽ പുതിയ ജോബ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ റോബോട്ടിന് പറ്റുമെന്ന് പറയാണ്. ദെൻ അഞ്ജു, ദാറ്റ്സ് ട്രൂ, ബട്ട് നോട്ട് എവ്രി വൺ ക്യാൻ അഫോർഡ് റോബോട്ട്സ്, ദേ ക്യാൻ ബി എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. അപ്പോൾ എന്താണ്, അത് ശരിയാണ്, പക്ഷെ എല്ലാവർക്കും ഈ റോബോട്ടിന് ഉണ്ടാക്കാനും അഫോർഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ റോബോട്ട് നല്ല എക്സ്പെൻസീവ് ആണെന്ന് അഞ്ജു പറയാണ്. ദെൻ അതുൽ,
ഐ എഗ്രി കോസ്റ്റ് ക്യാൻ ബി എ പ്രോബ്ലം. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. ബട്ട് തിങ്ക് അബൌട്ട് ഹൗ ദേ ക്യാൻ ഹെൽപ്പ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. പക്ഷേ ഇവർക്ക് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് അതിൽ പറയാണ്. ദെൻ അഞ്ജു, യാ ദാറ്റ്സ് എ ഗ്രേറ്റ് അഡ്വാൻറ്റേജ്. റോബോട്ട്സ് ക്യാൻ ഇംപ്രൂവ് ലിവ്സ് ഇൻ മെനി വേയ്സ്. അപ്പോൾ എന്താണ്, അതൊരു വലിയൊരു അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഈ റോബോട്ടിന് ഒരുപാട് വേയിൽ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റും. ദ സെൻറ്റൻസ് എബവ് ഷോ എഗ്രിമെൻറ്റ് ആൻഡ് ഡിസഗ്രിമെൻറ്റ്. അപ്പം മേലെ തന്നിരിക്കുന്ന സെൻറ്റൻസസ് എന്തൊക്കെയാണ് കാണിക്കുന്നത്? എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും. ഒരാൾ എഗ്രി ചെയ്യുമ്പോൾ മറ്റൊരാൾ അതിന് ഡിസഗ്രിൻ്റെ കാരണം പറയാം. അപ്പോൾ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും ആണ് മേലത്തെ സെൻറ്റൻസിൽ കാണിക്കുന്നത്. Write the sentences which express agreement and disagreement in the box below. അപ്പോൾ എന്താണ് അഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും എഴുതാണ്. ഐ അഗ്രി ദേ ക്യാൻ ഡു കൂൾ സ്റ്റഫ്. അപ്പോൾ അതൊരു അഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിസഗ്രിമെൻ്റ് എന്താ? ബട്ട് ദർ ആർ ഓൾസോ സം ഡൗൺ സൈഡ്സ്. അപ്പോൾ ഇതുപോലെ എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും ഇതുപോലെ മേലെ തന്ന ആ പാരഗ്രാഫിൽ നിന്ന് ഇതുപോലെ എഗ്രിമെൻറ്റ് ചെയ്യുന്നത് ആദ്യത്തെ കോളത്തിലും അതുപോലെ ഡിസഗ്രിമെൻറ്റ് വരുന്നത് രണ്ടാമത്തെ കോളത്തിലും എഴുതാം. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then അടുത്ത activity number 5. Let us conduct a debate in the class on we cannot live without mobile phones. അപ്പോൾ എന്താണ്, ഒരു ഡിബേറ്റ് കണ്ടക്ട് ചെയ്യാണ്. എന്താണ് നമ്മുടെ ടോപ്പിക്ക്? we cannot live without mobile phones. അപ്പോൾ മൊബൈൽ ഫോൺസ് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ ടോപ്പിക്ക്. ഫോം 2 groups, 2 ഗ്രൂപ്പ് ആവുക. ഗ്രൂപ്പ് എ ക്യാൻ സപ്പോർട്ട് ദ ആർഗ്യുമെൻറ്റ്. അപ്പോൾ എന്താണ്, എ ഗ്രൂപ്പ് ഈ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ദെൻ ബി ഗ്രൂപ്പ് എന്ത് ചെയ്യണം? ഇത് ഒപ്പോസ് ചെയ്യണം. അങ്ങനെയല്ല മൊബൈൽ ഇല്ലാണ്ടും ജീവിക്കാൻ പറ്റും എന്ന് പറയുക. അത് ബി ഗ്രൂപ്പ് ചെയ്യുക. യു മേ ഫിക്സ് എ മോഡറേറ്റർ ഫോർ ദ ഡിബേറ്റ്. അപ്പോൾ എന്താണ്, ഈ ഡിബേറ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു മോഡറേറ്ററിനെയും വെക്കുക. ഡിബേറ്റ് നടന്നിട്ട് എന്ത് ചെയ്യണം? ലെറ്റ് us ലിസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഫ്രം ദ ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബി. അപ്പോൾ ഗ്രൂപ്പ് എത്തെയും ഗ്രൂപ്പ് ബിത്തെയും ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ചെയ്ത എന്താണ് യൂസും അബ്യൂസും. അപ്പോൾ യൂസ് എന്താണ്? ഒരു യൂസ് തന്നിട്ടുണ്ട്, ഈസിയർ ആൻഡ് ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷൻ. അല്ലേ, ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ഒരു അബ്യൂസ്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്? വേസ്റ്റ് ടൈമാണ്. ടൈം കുറേ വേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. ദെൻ അടുത്ത യൂസ് എന്താ? മൊബൈൽ ഫോൺസ് അലോ ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എനി വൺ. ദേ പ്രൊവൈഡ് ആക്സസ് ടു ഇൻഫോർമേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ റിസോഴ്സസ്. അപ്പോൾ എന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കും, പെട്ടെന്ന് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും. ദെൻ എന്താണ്, പ്രൊവൈഡ് ആക്സസ് ഇൻഫോർമേഷൻ, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ തരും. മൊബൈൽ ഫോൺസ് ഓഫർ ന്യൂമറസ് ആപ്സ് ആൻഡ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ഓർഗനൈസേഷൻ. എന്താണ്, കുറേ ആപ്സും അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദ എൻഹാൻസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ബൈ എനാബിളിങ് ക്വിക്ക് എമർജൻസി കോൾസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വിക്കായിട്ടുള്ള എമർജൻസി കോൾസൊക്കെ ഈ മൊബൈൽ ഫോൺസ് വെച്ചിട്ട് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ഡിസഗ്രിമെൻറ്റ് നോക്കാം. എക്സസീവ് യൂസ് ലീഡ്സ് ടു അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസി. എന്താണ്, ഈ മൊബൈൽ ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ അഡിക്ഷൻ ഉണ്ടാക്കും, ഡിപ്പെൻഡൻസി ഉണ്ടാക്കും. ഓക്കെ, ഇനി എന്താ, കോൺസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ക്യാൻ ഡിസ്ട്രപ്റ്റ് ഫോക്കസ് പ്രൊഡക്ടിവിറ്റി. എന്താണ്, അപ്പോൾ ഈ എപ്പോഴെപ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തുണ്ടായിരിക്കും? നമ്മുടെ ഫോക്കസും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അത് കുറക്കും. ഓക്കെ, ഓവർ യൂസ് ക്യാൻ റിസൾട്ട് ഇൻ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ. അപ്പോൾ എന്താണ്, സോഷ്യൽ ഐസൊലേഷൻ കൂട്ടും ചെയ്യും, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ കുറയ്ക്കും ചെയ്യും. ഓക്കെ, പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം ക്യാൻ കോസ് ഐ സ്ട്രെയിൻ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ്. അപ്പോൾ എന്താണ്, കൂടുതൽ സ്ക്രീൻ ടൈം എടുക്കുമ്പോൾ എന്തുണ്ടായിരിക്കും? ഐ സ്ട്രെയിനും അതുപോലെ തന്നെ വേറെയും കുറേ ഹെൽത്ത് ഇഷ്യൂസ് വരും. അപ്പോൾ ഇങ്ങനെയും കുറേ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ ആക്ടിവിറ്റി 6 എന്താണ്? ഒരു ഇമെയിലാണ് അല്ലേ. ഇമെയിൽ എങ്ങനെ തയ്യാറാക്കാം? Sarah has brought a washing machine from a popular outlet. അപ്പോൾ എന്തുണ്ടായി? സാറ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു. അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഹാസ് സ്റ്റോപ്ഡ് വർക്കിംഗ്.
അപ്പോൾ എന്താണ്, അത് ശരിക്കും പോലെ വർക്കായില്ല. ഹിയർ ഈസ് എൻ ഇമെയിൽ സെൻഡ് ടു ദ കമ്പനി ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ്. അപ്പോൾ എന്താണ്, സാറ കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കുകയാണ് ഇത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമെയിൽ നോക്കാം. അപ്പോൾ നമ്മളൊരു അഡ്രസ്സ് കൊടുത്തു 123@gmail.com. ദെൻ സബ്ജക്റ്റ് എന്താണ്, ടു ആർക്കാണോ നമ്മൾ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് വേണം കൊടുക്കാൻ. ദെൻ സബ്ജക്റ്റ് നമ്മൾ കൊടുത്തു കംപ്ലയിൻറ്റ് റിഗാർഡിങ് വാഷിംഗ് മെഷീൻ. അപ്പോൾ വാഷിംഗ് മെഷീനുമായി സംബന്ധിച്ചിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് സബ്ജക്റ്റ്. ദെൻ സർ, ഇനി നമ്മൾ കാര്യം എഴുതുക. ഐ പർച്ചേസ്ഡ് എ വാഷിംഗ് മെഷീൻ ഫ്രം യുവർ കമ്പനി എ ഫ്യൂ വീക്സ് അഗോ. അപ്പോൾ എന്താണ്, ഞാൻ ഒരു വാഷിംഗ് മെഷീൻ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് നൗ. പക്ഷേ ഇപ്പോൾ അതെന്ത് ചെയ്യണില്ല, അത് വർക്ക് ചെയ്യുന്നില്ല. കൈൻഡ്ലി അറ്റൻഡ് ടു ദ ഇഷ്യൂ അറ്റ് ദ ഏർലിയസ്റ്റ്. കോപ്പീസ് ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് ആർ അറ്റാച്ച്ഡ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതിന് പെട്ടെന്നൊരു പരിഹാരം കാണണം. വേണ്ട ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് സാറ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്ത് തയ്യാറാക്കേണ്ടത്, ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത്. ആദ്യം ടു അഡ്രസ്സ് കൊടുത്തു, പിന്നെ സബ്ജക്റ്റ് ചെറുതായിട്ട് കൊടുത്തു, ദെൻ കാര്യം കൊടുത്തു. ഓക്കെ, പിന്നെ ആരാണോ അയക്കുന്നത് അവരുടെ പേരും വെച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കേണ്ടത്. Ricky kept on complaining to his parents about the robot, but they didn't listen to him. അപ്പോൾ എന്താണ്, റിക്കി ഈ റോബോട്ടിനെ കുറിച്ചിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അവൻ്റെ പാരൻസ് അത് കേട്ടില്ല. സോ ഹി ഡിസൈഡഡ് ടു രജിസ്റ്റർ എ കംപ്ലൈൻറ്റ് ത്രൂ ഇമെയിൽ വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി ആസ്കിങ് ദം ടു റീപ്ലേസ് ദിസ് മിസ്പ്രോഗ്രാംഡ് റോബോട്ട്. അപ്പോൾ എന്ത് ചെയ്തു റിക്കി എന്ത് തീരുമാനിച്ചു, ഒരു കംപ്ലൈൻറ്റ് എഴുതാൻ വേണ്ടി തീരുമാനിച്ചു. ആർക്കാണ്, വിത്ത് ദ റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനിക്ക് ഈ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് റീപ്ലേസ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ എഴുതാൻ തീരുമാനിച്ചു. ഓക്കെ, ഹെൽപ്പ് ഹിം പ്രിപ്പയർ എൻ ഇമെയിൽ. അപ്പോൾ എന്ത് ചെയ്യണം, റിക്കീനെ ഇമെയിൽ തയ്യാറാക്കാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് വയ്ക്കുക. ഫ്രം ആർക്കാണ്, നമ്മളാണ് എഴുതുന്നത്. അപ്പോൾ റിക്കിയുടെ അഡ്രസ്സ് വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്രം അഡ്രസ്സ് എഴുതി, ഫ്രം ആരാണ് എഴുതുന്നത്, റിക്കിയാണ്. അപ്പോൾ റിക്കിയുടെ മെയിൽ എഴുതി. ദെൻ ടു റോബോട്ട് കമ്പനിയാണ്. അപ്പോൾ റോബോട്ട് കമ്പനിയുടെ മെയിൽ അഡ്രസ്സ് എഴുതി. ദെൻ സബ്ജക്റ്റ് കൊടുത്തു എന്താണ്, റിക്വസ്റ്റ് ഓഫ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഫോൾട്ടി റോബോട്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോൾട്ടി ആയിട്ടുള്ള റോബോട്ടിനെ റീപ്ലേസ് ചെയ്യാനാണ് ആവശ്യം, അതാണ് ആവശ്യം. ഓക്കെ, ഇനി നമുക്ക് കണ്ടൻറ്റ് തുടങ്ങാം. ഐ ഹോപ്പ് ദിസ് ഇമെയിൽ ഫൈൻഡ്സ് യു വെൽ. മൈ നെയിം ഈസ് റിക്കി ആൻഡ് ഐ recently purchased one of your robot model RBT 5000 to assist with a household task. അപ്പോൾ എന്താണ്, എൻ്റെ പേര് റിക്കി എന്നാണ്. ഞാൻ കുറച്ച് ദിവസം എന്ത് ചെയ്തു, ഒരു റോബോട്ട് മേടിച്ചിരുന്നു. അതിൻ്റെ മോഡലാണ് RBT 5000 എന്ന് പറയുന്നത്. എന്തിനായിരുന്നു മേടിച്ചത്, എൻ്റെ ഹൗസ് ഹോൾഡ് ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐ ആം എക്സ്പീരിയൻസിങ് സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂസ് വിത്ത് ഇറ്റ്സ് പെർഫോമൻസ്. പക്ഷേ എന്താണ്, അതിൻ്റെ പെർഫോമൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. Since its installation, the robot has consistently mishandled tasks and caused disruption in our daily routines. Despite my effort to address these issues with my parents, we have been unable to resolve them. അപ്പോൾ എന്താണ്, സിൻസ് ഇറ്റ്സ് ഇൻസ്റ്റാളേഷൻ, അപ്പോൾ വെച്ചത് മുതൽ എന്താണ്, ഈ റോബോട്ട് കുറച്ച് ടാസ്കിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഞങ്ങളുടെ ഡെയിലി റൂട്ടീനൊന്നും കറക്റ്റായിട്ട് നടക്കുന്നില്ല. ഡിസ്പൈറ്റ് മൈ efforts to address these issues with my parents to have been unable to resolve them. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ എൻ്റെ പാരൻസിനോട് പറഞ്ഞു, പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, അവരൊന്നും ചെയ്തില്ല. Therefore, I kindly request a replacement for this misprogrammed unit. അപ്പോൾ എന്താണ്, ഞാൻ വേറെ ഒരു നല്ലപോലെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു റോബോട്ടിനെ വേണം. Could you please guide me on the process for initiating a replacement? അപ്പം ഈ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാ സഹായവും വേണം. യു പ്രോംപ്റ്റ് അറ്റൻഷൻ ടു ദ മാറ്റർ വുഡ് ബി ഗ്രേറ്റ്ലി അപ്രിഷിയേറ്റഡ്. എന്താണ്, ഈ കാര്യത്തിന് അറ്റൻഷൻ തന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് റിക്കി എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഈ
മെയിൽ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെയിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി. അപ്പോൾ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് എന്തായാലും വേണം. ഫ്രം അഡ്രസ്സ് വേണമെങ്കിൽ വെക്കുക, ഇതിനൊരു സബ്ജക്റ്റ്, ദെൻ മാറ്റർ എഴുതിയിട്ട് അവസാനിപ്പിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണ്? ഒരു ക്രോസ് വേർഡ് പസിലാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാണ്. അക്രോസും ഡൗണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ എഴുതേണ്ടതാണ് അക്രോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അക്രോസ് എന്ന് പറഞ്ഞുകൊടുത്ത് നേരെ എഴുതുക. ദെൻ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? താഴോട്ട് എഴുതി പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ അക്രോസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലീൻ വിത്ത് വാട്ടർ ആയിട്ട് ക്ലീൻ ചെയ്യുന്നത്. അതിനെന്താ പറയുക? ഒന്നാമത്തേന് 1 2 3 4 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ അതെന്തായിരിക്കും? അത് വാഷായിരിക്കും. WASH, വാഷ്. ഓക്കെ, ഇനി അടുത്തത് ഫ്രീ ഫ്രം ഡേർട്ട് അക്രോസ് അത് തന്നിട്ടുണ്ട്. എന്താണ്? ക്ലീൻ. ഇനി നാലാമത്തെ തിങ്സ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർ ക്ലീൻ. അപ്പോൾ അതെന്താണ്? തിങ് യൂസ്ഡ് ഫോർ വൈപ്പിംഗ് ഫ്ലോർ ക്ലീൻ. വൈപ്പ് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? നാലാമത്തേന് 3 ലെറ്റേഴ്സ്. അതെന്താണ്? മോപ്പ്. ഓക്കെ, മോപ്പ്. ഇനി ഡൗൺ നോക്കാം. രണ്ടാമത്തെ ക്ലീനിങ് വിത്ത് എ ബ്രൂം. ഒരു ബ്രൂം വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? സ്വീപ്പ്. എന്താണ്? സ്വീപ്പ്. SWEEP. ഓക്കെ, അപ്പോൾ അത് അടിയിലേക്ക് എഴുതുക. ദെൻ അടുത്തത് കട്ട് സംതിങ് ഇൻ 2 പീസസ് വിത്ത് റിപ്പീറ്റഡ് ഷാർപ്പ് ബ്ലൗസ്. അതെന്താ? മൂന്നാമത്തേന് എത്ര ലെറ്ററാണ്? 4 ലെറ്ററാണ്. അപ്പോൾ അതെന്താ വരിക? CHOP, ചോപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ 8 ആണ്. റിക്കീസ് മദർ വാണ്ടഡ് ഹിം ടു ഡു വാരിയസ് ഹൗസ് ഹോൾഡ് ചോയ്സ്. ഹിയർ ഈസ് വാട്ട് ഷീ കീപ്സ് ടെല്ലിങ് ഹിം. അപ്പോൾ എന്താണ്? റിക്കിയുടെ അമ്മയ്ക്ക് എന്ത് വേണം? റിക്കി ഇങ്ങനെ വീട്ടിലത്തെ പണിയൊക്കെ എടുക്കണം. അപ്പോൾ ഒരുപാട് പണികൾ ഇങ്ങനെ റിക്കിനോട് പറയും. അപ്പോൾ അതിലത്തെ കുറച്ച് പണികളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പോൾ എന്താണ്? റിക്കി നിൻ്റെ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ വെക്ക്. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. അപ്പോൾ നിൻ്റെ ക്ലോത്ത്സ് എവിടെ ഇട്? വാഷിംഗ് മെഷീനിലിട്. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്ക്. റിക്കി, അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. എന്താണ്? ടീഷർട്ടും ട്രൗസേഴ്സും അയൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെയാണ് റിക്കിയുടെ അമ്മ റിക്കിനോട് പറയുക. ഓക്കെ, your parents too might have asked to do certain things. Write a few of them. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ പാരൻസ് നിങ്ങളോട് ഓരോ ജോലികൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ജോലികൾ താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കീപ് യുവർ റൂം ആൻഡ് ബെഡ് ടൈഡി. അപ്പോൾ റൂമും ബെഡും നല്ല നീറ്റായിട്ട് വെക്കുക. സെറ്റ് ദ ടേബിൾ ഫോർ ഡിന്നറിന് വേണ്ടി ടേബിൾ സെറ്റ് ചെയ്യുക. സോർട്ട് ആൻഡ് ഫോൾഡ് ദ ഡ്രസ്സസൊക്കെ നല്ല മടക്കിയിട്ട് നല്ലപോലെ വെക്കുക. ഓർഗനൈസ് യുവർ ടോയ്സൊക്കെ നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അമ്മമാർ നിങ്ങളോട് പറയുന്ന ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി ചേർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. How will you ask your mother to do something for you? അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അമ്മയോട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് അമ്മയോട് പറയുക? Fill in the following table by giving some example. 1 is done for you, mother. Please help me pack my lunch. അമ്മ എന്നെ ഈ ചോറ് പാക്ക് ചെയ്യാൻ ഒന്ന് സഹായിക്കുക. അപ്പോൾ ബാക്കി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. അടുത്തത് നമുക്ക് എന്ത് ചെയ്താൽ മോം കുഡ് യു പ്ലീസ് അയൺ മൈ ഷർട്ട്. എൻ്റെ ഷർട്ട് ഒന്ന് അയൺ ചെയ്യോ. ഡാഡ് ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് മൈ മാത്സ് ഹോംവർക്ക്. അപ്പോൾ ഈ മാത്സ് ഹോംവർക്ക് ചെയ്യാൻ എന്നെ ഒന്ന് സഹായിക്കുമോ. കുഡ് യു ഹെൽപ്പ് മീ ഫിക്സ് മൈ ബൈസിക്കിൾ ഡാഡ്. അപ്പോൾ ഈ ബൈസിക്കിൾ ഒന്ന് ശരിയാക്കാൻ എന്നെ സഹായിക്കുമോ. മോം വിൽ യു റീഡ് മൈ ബെഡ് ടൈം സ്റ്റോറി ടുനൈറ്റ്. അപ്പോൾ എന്താണ് എൻ്റെ ബെഡ് ടൈം സ്റ്റോറി പറയുമോ, വായിക്കുമോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അമ്മനോടോ അച്ഛനോടും ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം.
Then activity 9 ആണ്. Look at the following paragraph from the story. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് നോക്കാം. Off he went running to his parents. Father, this butler robot is faulty. He has fixed many things. I think they programmed him badly. Let us send him off. അപ്പോൾ എന്താണ് റിക്കിയുടെ ഫാദറിനോട് കംപ്ലൈൻറ്റ് പറയുന്ന ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോട്ട് ദ സെൻറ്റൻസസ് ഗിവൺ ഇൻ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് നോക്കുക. എന്താണ്? He has filtered my things. Okay. Sentence like the above refer to an action completed in the past having its relevance in the പ്രസൻറ്റ്. അപ്പോൾ എന്താണ്? പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, പക്ഷെ പ്രസൻറ്റിൽ അതിന് റെലവൻസ് ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ്? പാസ്റ്റിൽ നടന്ന ഒരു കാര്യം പറയാണ്, പക്ഷെ പ്രസൻറ്റിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത്തരം സെൻറ്റൻസാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത്. ട്രൈ ടു ഫൈൻഡ് സെൻറ്റൻസസ് ഓഫ് എ സിമിലർ പാറ്റേൺ ഫ്രം ദ പാരഗ്രാഫ് ഗിവൺ ബിലോ. റൈറ്റ് ദം ഡൗൺ ഇൻ ദ സ്പേസ് ഗിവൺ. അപ്പോൾ എന്താണ്? ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് ഇങ്ങനത്തെ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസസ് എന്താണ് പിക്ക് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് വായിച്ച് നോക്കാം. I have lived here for 30 years. I have always looked upon this place as my home. My children advised me against living here in my old age. There are no good hospitals here, but the government has promised the residents here a new multi-speciality hospital which is expected to come up soon. I have realized that you cannot expect to have everything you like to have. I think you too have realized it. I have always looked upon this place as my home. I have realized that you cannot expect to have everything you like to have. I think you too have realized it. 10th activity, you might have prepared some posters while observing Environment Day. Look at these sample posters. അപ്പോൾ എന്താണ്? കുറച്ച് സാമ്പിൾ പോസ്റ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ഈസ് എവ്രിവെയർ. ബ്രേക്ക് ഫ്രീ ഫ്രം പ്ലാസ്റ്റിക്. Replace their packaging with refill and reuse system. Plant a tree and add a new friend in your life. Don't kill our best friend. Analyze the posters for the following content, picture, layout, message. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൂട്ടുകാരെ ഒബ്സർവ് ചെയ്യുക. What functions do they serve? അപ്പോൾ എന്ത് ഫംഗ്ഷനാണ്? To educate, to inform, to advertise. Collect some posters and observe them carefully. Do you think posters like this have a special kind of language? Give some examples. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? കുറച്ച് പോസ്റ്റേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഇവിടെ എഴുതി കൊടുക്കണം. Prepare some slogans on the misuse of electronic gadgets. അപ്പോൾ എന്താണ്? ഈ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനെ കുറിച്ചിട്ട് കുറച്ച് സ്ലോഗൻസ് പ്രിപ്പയർ ചെയ്യുക. ഡോണ്ട് ലെറ്റ് ഗാർഗറ്റ്സ് റീപ്ലേസ് യുവർ ഔട്ട്ഡോർ ഗെയിംസ്. എന്താണ്? ഈ ഗാർഗറ്റ്സ് എന്ത് ചെയ്യരുത്? ഔട്ട്ഡോർ ഗെയിംസിനെ റീപ്ലേസ് ചെയ്യരുത്. ഡിസ്കണക്ട് ടു റീകണക്ട്. ലിമിറ്റ് സ്ക്രീൻ ടൈം. അപ്പോൾ എന്താണ്? സ്ക്രീൻ ടൈം കുറയ്ക്കുക. ടു മച്ച് ടെക് ടൈം ടു റിഫ്ലക്ട്. സ്ക്രീൻ ഓഫ്, ലൈഫ് ഓൺ. ബാലൻസ് യുവർ ഗാഡ്ജറ്റ് യൂസ്. ഐസ് ഓൺ ലൈഫ്, നോട്ട് ഓൺ സ്ക്രീൻസ്. Unplug and unwind. Say no to gadget overload. Reduce screen glare. Show your care. Okay. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ലോഗൻസ് എഴുതാവുന്നതാണ്. As in Ricky's home, we use a number of gadgets to make our work easier. They educate and entertain us too, but often they are misused. Design a posters on the misuse of electronic gadgets. അപ്പോൾ നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? പോസ്റ്റേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യണം? പോസ്റ്റർ മിസ്യൂസ് ഓഫ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബേസ് ചെയ്തിട്ട് പോസ്റ്റേഴ്സ് തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ അത് കൂട്ടുകാർ ചിത്രമൊക്കെ വരച്ചിട്ട് തയ്യാറാക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ യൂണിറ്റിൽ, ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.